അതുപോലെ തന്നെ കാലാപാനി മൂവി, അതിലെ ചെമ്പൂവേ എന്നുള്ള സോങ്, എല്ലാ സോങ്സും അദ്ദേഹം തന്നെയാണ് എഴുതിയിരിക്കുന്നത്. കരിമിഴിക്കുരുവിയെ കണ്ടില്ല, അത് മീശമാധവൻ. മലയാളത്തിലെ ഹിറ്റ് സിനിമകളെടുത്താൽ തന്നെ മിക്ക സോങ്ങും എഴുതിയിരിക്കുന്നത് ശ്രീ ഗിരീഷ് പുത്തഞ്ചേരി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹത്തിന് കുറച്ച് സമയം കിട്ടിയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ 48ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു. എന്നാൽ പോലും ചെറിയ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരുപാട് സോങ്സ് നമുക്ക് വേണ്ടി എഴുതിയിട്ടാണ് അപ്പോൾ അദ്ദേഹം വിട്ടുപിരിഞ്ഞത് നമ്മളെ. പക്ഷേ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇപ്പോഴും സജീവമായിട്ട് എഴുതിയിരുന്നേനും സിനിമയിലും ഒക്കെ. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം സെറിബ്രൽ ഹെമറേജ് വന്നിട്ടാണ് മരിച്ചത്. 2010 കോഴിക്കോടാണ് അദ്ദേഹത്തിൻ്റെ വീട്. ഗിരീഷ് പുത്തഞ്ചേരി സാറിനെ വെച്ച് നോക്കുമ്പോൾ തന്നെ അത്രയും ലെജൻഡായിട്ടുള്ള ആരും ഇപ്പോഴത്തെ ജനറേഷനിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ മ്യൂസിക് ലിറിക്സൊക്കെ കമ്പയർ ചെയ്ത് നോക്കിയാൽ പഴയ പാട്ടുകളുടെ അത്രയും ഒട്ടും വരുത്തവുമില്ല. അതൊരു സത്യം തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട്, എന്നാലും പഴയ പാട്ടുകളുടെ അത്ര ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഇപ്പോഴത്തെ ന്യൂജൻ പാട്ടുകൾക്ക്.